എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ ഒരു വിശേഷപ്പെട്ട ദിവസമാണ്. എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ടാവും. ഡ്രസ്സ് കണ്ടൊക്കെ തന്നെ നമ്മളൊരു അമ്പലത്തിലേക്ക് പോവുകയാണ്. വേറെ എവിടെയല്ല, പറശ്ശിനിക്കടവ് മുത്തപ്പൻ മടപ്പുരയിലേക്കാണ് പോകുന്നത്. എൻ്റെ ആളുടെ കുട്ടിയുടെ ചോറൂണാണ്. കഴിഞ്ഞ് അവിടെ എത്തി. നമ്മൾ ചെറിയൊരു ഫങ്ഷനാണ്. അതിനു വേണ്ടി എല്ലാവരും വന്നു. അങ്ങനെ ഞാനും മോനും ഹസ്ബൻഡും എല്ലാവരും ഉണ്ട്. അപ്പോൾ പോകുന്ന വഴി മുഴുവൻ കടകളായിരുന്നു. ശ്രീകുട്ടനെ കൊണ്ട് ഞാൻ എടുത്തു, അല്ലെങ്കിൽ അവൻ എല്ലാ കടകളിലും കയറും. അങ്ങനെ നമ്മൾ മുത്തപ്പ സന്നിധിയിലെത്തി. വലിയ തിരക്കൊന്നും ഇല്ലാത്തൊരു ദിവസമായിരുന്നു. ഇങ്ങനെയായിട്ട് തിരക്കില്ല. അപ്പോൾ ചോറൂണിന് മുന്നേ മുത്തപ്പനെ കണ്ടിട്ട് അനുഗ്രഹം വാങ്ങി വരാൻ പറഞ്ഞു. അതിന് ശേഷം ചോറൂണ് കൊടുക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മളെല്ലാവരും കൂടി മുത്തപ്പൻ്റെ സന്നിധിയിലേക്ക് പോയി. മുന്നിൽ നിന്നുള്ള ഒരു വ്യൂ അത് ഭയങ്കരമാണ്. അതാ ഈ വരുന്നതാണ് നമ്മൾ ചോറൂണിൻ്റെ ഇന്നത്തെ താരം ദേവട്ടെ. ഒരു മുണ്ടെല്ലാം ഉടുപ്പിച്ച് അങ്ങനെ കാല് കഴുകാൻ വേണ്ടി കൊണ്ടുപോവാണ്. നല്ല വെള്ളമുണ്ട്. അങ്ങനെ ശ്രീകുട്ടന് കിട്ടിയ അവസരമാണല്ലോ, വെള്ളത്തിൽ പരമാവധി കളിക്കാൻ പറ്റുന്നത്ര കളിച്ചു. കുറേ നേരം അവൻ്റെ അച്ഛൻ്റെ കൂടെ കാല് കഴുകി. അതിനുശേഷം പിന്നെ ഞാൻ പുഴയിലേക്ക് ഇറങ്ങുന്ന സമയവും നോക്കി നിന്ന് എൻ്റെ കൂടെയും വന്നു. എൻ്റെ കൂടെയും കുറേ നേരം കാല് കഴുകി. അമ്പലത്തിൽ കയറേണ്ട ചിന്തയൊന്നും പിന്നെ ഇല്ല. വെള്ളം കണ്ടാൽ പിന്നെ ആളെല്ലാം മറക്കും. കുറച്ച് നേരം കഴിച്ച് നല്ല വെള്ളം ഉണ്ടായിരുന്നു. തന്നെ എല്ലാവർക്കും പേടിയുണ്ട് ഇറങ്ങുന്ന സമയത്ത്. ഇപ്പോൾ പുറത്ത് നല്ല മനോഹരമായ കാഴ്ചയാണ്. വളവട്ടണം പുഴ ഇങ്ങനെ നിറഞ്ഞ് കവിഞ്ഞൊഴുകുന്നുണ്ട്. പ്രാർത്ഥിച്ച് എല്ലാവരും പുറത്ത് നിന്നതും വരെ സമയമുണ്ട്. അപ്പോൾ ആ സമയം കൊണ്ട് നമ്മൾ മുന്നിൽ നിന്ന് മുത്തപ്പൻ്റെ മടപ്പുരേൻ്റെ വ്യൂ കിട്ടുന്ന രീതിയിൽ ഞാനും മോനും കൂടി നിന്നിട്ട് കുറച്ച് ഫോട്ടോസ് എല്ലാം എടുത്തു. അപ്പോൾ ആ ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് നല്ലൊരു മഴ പെയ്തു. പക്ഷെ ആ മഴ പെയ്യുന്ന സമയത്തുള്ള വ്യൂ അത് ഭയങ്കര മനോഹരമാണ്. ഞാൻ ഇതുവരെ പറശ്ശിനിക്കടവ് പോയിട്ട് മഴ പെയ്യുന്ന ഈ ഒരു വ്യൂ കണ്ടിട്ടില്ല. മഴ പെയ്യുന്ന അതിൻ്റെ ശക്തി തിരിയുന്നത് പടവിന് വെള്ളം കയറി വരുന്നുണ്ടായിരുന്നു. അങ്ങനെ നല്ല അടിപൊളി മഴയെല്ലാം കണ്ട് അങ്ങനെ ചോറൂണിനേക്ക് നമ്മൾ പോയി. ചോറൂണ് രാവിലെ 7:30 മുതൽ വൈകുന്നേരം 4 മണി വരെയാണ് കൊടുക്കുക. പൊതുവേ ഇപ്പോൾ നല്ല തിരക്കായിരിക്കും, ടോക്കൺ ബുക്ക് ചെയ്യേണ്ടി വരും. പക്ഷേ ഇന്ന് അങ്ങനെ ഉണ്ടായിരുന്നില്ല ഭാഗ്യത്തിന്. അപ്പം നമ്മൾ അവിടെ ചെന്ന് റെസീറ്റ് മുറിച്ചു. അതായത് ചോറ് കൊടുക്കണം ദേവൂട്ടന്. ചോറെല്ലാം കൊടുത്ത് അതിന് ശേഷം ചായ കുടിച്ചു. അവിടുത്തെ പ്രധാനപ്പെട്ട പ്രസാദത്തിൽ വന്നത് ചായയും മമ്പയർ പൊങ്ങിച്ചതും തേങ്ങാക്കുത്തും. നമ്മൾ ഭക്ഷണം കഴിക്കാൻ അവിടെ ക്യൂ നിൽക്കണം. അപ്പോൾ ക്യൂ എന്ന് വെച്ചാൽ പെട്ടെന്ന് നീങ്ങുന്ന ക്യൂ ആയിരുന്നു. പൊതുവെ ആളും കുറവായിരുന്നു. അതുകൊണ്ട് തന്നെ ഭക്ഷണം കഴിക്കാൻ നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും വളരെ ആൾ കുറവാണ്. അതിനുശേഷം പിന്നെ അവിടെ ഉല്ലാസ ബോട്ട് യാത്ര എന്ന് പറഞ്ഞിട്ട് സംവിധാനമുണ്ട് ടൂറിസ്റ്റുകളൊക്കെ ആയിട്ട്. അതിലൊക്കെ കയറണം എന്നെല്ലാം വിചാരിച്ചതായിരുന്നു. പക്ഷേ എങ്കിൽ എല്ലാവർക്കും ഒരു പേടി. മഴയാണ്, വെള്ളം നല്ലോണം ഉണ്ട്. ഓരോരോ ഇതെല്ലാം കേൾക്കുന്നുണ്ട് തന്നെ ആർക്കും കയറാൻ വലിയ താല്പര്യമില്ല. കുട്ടികളുടെ ഉള്ളിലല്ലേ, അങ്ങനെ അതുകൊണ്ട് ബോട്ട് കയറിയില്ല. ഇതിന് മുന്നേ നമ്മൾ പോയാലും കയറിയിട്ടുണ്ടായിരുന്നു. ഇപ്പം വെള്ളം വല്ലാണ്ട് കൂടിയുണ്ട്, ആർക്കും ധൈര്യമില്ല. തിരിച്ച് നമ്മൾ വന്ന് പോകുന്ന വഴിക്ക് ശ്രീകുട്ടന് വേണ്ടതെല്ലാം അവൻ വാങ്ങി. ഉള്ളിലേക്ക് പോകുന്ന സമയത്ത് നിർത്തിക്കാൻ പറ്റാത്തതിൻ്റെയും കൂടി അവൻ മുതലെടുത്ത് എല്ലാം വാങ്ങി എല്ലാവരും വാങ്ങിക്കൊടുത്തു. പിന്നെ ഇഷ്ടംപോലെ ഫോട്ടോസും കാര്യങ്ങളും അങ്ങനെ എല്ലാ സാധനങ്ങളും നിറഞ്ഞു നിൽക്കുന്നുണ്ട്. കുട്ടികൾ മാക്സിമം അട്രാക്റ്റ് ചെയ്യേണ്ടതുണ്ട്. എല്ലാവർക്കും അറിയാലോ, പറശ്ശിനിക്കടവ് പോകുന്ന വഴി മുഴുവനുണ്ട്. വളരെ മനോഹരമായ കാഴ്ചയാണത് പോകുന്ന വഴി. അങ്ങനെ പർച്ചേസിങ് എല്ലാം കഴിഞ്ഞ് ഞങ്ങളെല്ലാവരും തിരിച്ച് വീട്ടിലേക്ക് മടങ്ങി.